വേണ്ടി വന്നാൽ ഫോട്ടോ സഹിതം വിവരങ്ങൾ പുറത്തു വരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡൽഹി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് കാര്യം നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. പുന്ന നൌഷാദ് കൊലക്കേസിലെ പ്രതികളായ PFIക്കാരെ സംരക്ഷിച്ചത് പ്രതാപനാണ്. TN പ്രതാപൻ MP വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള ആദ്യ പ്രചരണം എന്ന രീതിയിൽ തൃശൂരിൽ പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പരിപാടി BJP നടത്തിയത്. തൊട്ടു പിന്നാലെ ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുകയും നരേന്ദ്രമോദി വന്നയിടത്ത് ചാണകവെള്ളം തെളിക്കുകയുമൊക്കെ ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധമൊക്കെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെറിയൊരു സംഘർഷത്തിലേക്ക് അത് പോവുകയും BJP നേതാക്കളുമൊക്കെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് തന്നെ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ TN പ്രതാപൻ, നിലവിലെ അവിടെ MP ആയിരിക്കുന്ന TN പ്രതാപൻ MPക്കെതിരെ പോലും രംഗത്തെത്തിയിരുന്നു. TN പ്രതാപൻ PFI ബന്ധം, അതായത് പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമാണുള്ളത്. ചാവക്കാട് അടക്കമുള്ള മേഖലകളിൽ, അതോടൊപ്പം തന്നെ ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉള്ള പ്രവർത്തകരുമായി ബന്ധമുണ്ട്. നിരോധനം നടന്നതിന് ശേഷം, അതായത് PFIയുടെ നിരോധനം നടന്നതിന് ശേഷം പലരും കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ഒക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്നാൽ PFIയുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേന്ദ്രനെതിരെ TN പ്രതാപൻ രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. BJP വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ വായോ, കടലിന് തിരമാലകളെ നീന്തി കടക്കാൻ ആർജവത്വം ഉള്ള ആളാണ്. എന്നിട്ട് വേണ്ടേ BJPയുടെ എന്നെ ചാണകവെള്ളം തെളിക്കാൻ വേണ്ടി വരുന്നത്? ചാണകം മെഴുകിയ തറയിലാണ് ഞാൻ ജനിച്ചു വീണതും ജീവിച്ച് വന്നതും. എന്നിട്ട് വേണ്ടേ പിന്നെ എൻ്റെ ശരീരത്തിൽ നല്ല പച്ച മത്സ്യത്തിൻ്റെ പിന്നെ ഗന്ധമുള്ളതാ. BJPയുടെ ഇത്തരം ഉമ്മാക്കി കാണിച്ചാലൊന്നും പേടിക്കുന്ന കാര്യമില്ല. വെല്ലുവിളിക്കാണ് വരാൻ. അങ്ങനെ ഭീഷണിപ്പെടുത്തി BJPക്കും RSSനും ഭീഷണിപ്പെടുത്തിയാൽ പഴങ്ങുന്ന കൂട്ടത്തിലല്ല TN പ്രതാപൻ എന്ന കാര്യം ഞാൻ BJP സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് PFI ബന്ധം തെളിയിക്കാനുള്ള TN പ്രതാപൻ MPയുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. വേണ്ടി വന്നാൽ ഫോട്ടോ സഹിതം വിവരങ്ങൾ പുറത്തു വരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് PFIക്കാരനായ അബ്ദുൽ ഹമീദാണെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. പുന്ന നൌഷാദ് കൊലക്കേസിലെ പ്രതികളായ PFIക്കാരെ സംരക്ഷിച്ചത് പ്രതാപനാണെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. TN പ്രതാപനെ കുറിച്ച് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം PFI ആളുകളായിട്ട് വളരെ അടുത്ത സൗഹൃദമാണെന്ന്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് പ്രതാപൻ, അതിനൊരു സംശയവുമില്ല. TN പ്രതാപൻ്റെ കൂടെയാണ് നിരോധിത PFIയിലെ ചാവക്കാട്, ഗുരുവായൂർ, മണലൂർ ആ ഭാഗത്തൊക്കെയുള്ള മുഴുവൻ നിരോധിത PFI പ്രവർത്തകരും പ്രതാപൻ്റെ കൂടെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും. പ്രതാപൻ വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ മോദിയെ കൈ ചൂട്ടുന്ന കൈയൊക്കെ അവിടെ വെച്ചാൽ മതി. പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത, ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ട. ഇനിയും പ്രതാപൻ ഭീഷണിയായിട്ട് വന്നാൽ, വലിയ വർത്തമാനം പറഞ്ഞു വന്നാൽ, ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം പ്രതാപൻ്റെ PFI ബന്ധത്തിൻ്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും. ഇനി നിങ്ങളെയൊക്കെ സുഹൃത്തായിട്ടുള്ള TN പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയോ നിങ്ങൾക്ക്? ദില്ലിയിൽ ഇരുന്നു കൊണ്ട് TN പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ, ഈ നറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുൽ ഹമീദ്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം PFI ഭീകരന്മാർ കൊലപ്പെടുത്തി. അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആ പുന്ന നൌഷാദ് കൊലക്കേസിലെ PFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ്. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് അബ്ദുൽ ഹമീദാണ്. ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഡൽഹി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് കാര്യം നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം PFI പ്രവർത്തകർ കൊലപ്പെടുത്തി. അന്ന് തൃശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ പുന്ന നൌഷാദ് കൊലക്കേസിലെ PFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണെന്ന് പരസ്യമായി പറഞ്ഞ കാര്യമാണ്. ഇതും K. സുരേന്ദ്രൻ പറഞ്ഞു. ഇനി നിങ്ങളെയൊക്കെ സുഹൃത്തായിട്ടുള്ള TN പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയോ നിങ്ങൾക്ക്? ദില്ലിയിൽ ഇരുന്നു കൊണ്ട് TN പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ, ഈ നറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുൽ ഹമീദ്.
ആരാണ് അയാൾ? ഒന്നാന്തരം PFIക്കാരനാണ്. ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ദില്ലി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായതാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം PFI ഭീകരന്മാർ കൊലപ്പെടുത്തി. നിങ്ങൾക്ക് മറവി പാടില്ല, ഓർമ്മയുണ്ടല്ലോ. പുന്ന നൌഷാദിനെ ഒരു സംഘം PFI പ്രവർത്തകർ കൊലപ്പെടുത്തി. അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആ പുന്ന നൌഷാദ് കൊലക്കേസിലെ PFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ് എന്നുള്ള നിരവധി ആരോപണങ്ങൾ, അത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ ആരോപണമാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. പുന്ന നൌഷാദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള PFI പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് നേതാവ് പ്രതാപനോട് നിങ്ങൾ ചോദിക്കണം, ആരാണ് ഈ പറയുന്ന അബ്ദുൽ ഹമീദ് എന്ന്. അയാളെ ആൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. അയാളെ കേരള ഹൗസിൽ എൻ്റെ കൂടെ നിന്ന് വന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ അബ്ദുൽ ഹമീദ് ആരാണ്, എന്താണ് പ്രതാപനുമായിട്ടുള്ള ബന്ധം, അയാൾക്ക് ജാമിയ മില്ലിയ കേസിലുണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു, അയാളെ എന്തിനാണ് NIA ചോദ്യം ചെയ്തത്, ദില്ലി കലാപ കേസിൽ അയാളെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്, ഈ കാര്യങ്ങൾ പ്രതാപൻ പറയട്ടെ. ബാക്കി പേര് അടുത്ത ദിവസം പറയാം. പ്രതാപൻ വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ മോദിയെ കൈ ചൂണ്ടുന്ന കൈയൊക്കെ അവിടെ വെച്ചാൽ മതി. പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത, ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ട. ഇനിയും പ്രതാപൻ ഭീഷണിയായിട്ട് വന്നാൽ, വലിയ വർത്തമാനം പറഞ്ഞു വന്നാൽ, ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം പ്രതാപൻ്റെ PFI ബന്ധത്തിൻ്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും.